ഹലോ ഗൈസ്, ഇന്ന് റിലീസായ തഗ് ലൈഫ് എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ നേരെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത സിനിമ വെച്ചാൽ ഒരു രക്ഷയില്ല. ഇത് തഗ് ലൈഫ് അല്ല, ഇത് തേഞ്ഞ ലൈഫാണ്. തേഞ്ഞ ലൈഫ് നമ്മളെ 2.25 മണിക്കൂർ തിയേറ്ററിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കുറേ സിനിമകളിലെ രംഗങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി ഒരു പൂമാല കെട്ടി നമുക്ക് 2.25 മണിക്കൂർ കാണിച്ചു തരും. അപ്പൊ നമുക്ക് ഈ 2.25 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ സിനിമയിൽ നമ്മൾ ഒരു സീൻ പോലും നമ്മൾ ഇതിനു മുമ്പ് പല സിനിമകളിൽ കണ്ടിട്ടുള്ള സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, പഴയ ടൈപ്പ് ഓഫ് ഗ്യാങ്സ്റ്റർ പരിപാടി എന്നാൽ ചോദിക്കും, ഗ്യാങ്സ്റ്റർ സിനിമയ്ക്കെല്ലാം സെയിം സ്റ്റോറി അല്ലേ, എന്നാലും എന്തെങ്കിലും നമുക്കൊരു എൻഗേജ്മെന്റ് വേണ്ടേ? ഇതൊന്നും ഇല്ല. ചുമ്മാ ഇരുന്ന് കുറെ പരിപാടികളൊക്കെ ഇങ്ങനെ കാണിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു 150 രൂപ കളയാൻ കയ്യിലുണ്ടെങ്കിൽ, ഒരു 2.25 മണിക്കൂർ കയ്യിലുണ്ടെങ്കിൽ ചുമ്മാ പോയി ഇരുന്ന് എ സിക്കകത്തൊക്കെ ഇരുന്ന് തണുപ്പ് കൊള്ളാം എന്നുള്ളതിനപ്പുറം എനിക്ക് വലിയ പരിപാടിയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 10-37 വർഷത്തിന് ശേഷം മണിരത്നത്തിനും പിന്നെ നമ്മുടെ കമലഹാസനൊക്കെ ഒന്നിച്ചൊരു പടം ചെയ്യണം തോന്നി. അവരുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അവർ ആ പടമൊക്കെ ചെയ്തു. പിന്നെ എ ആർ റഹ്മാന് കുറച്ച് കാശ് കൊടുത്ത് പുള്ളിയെ കൊണ്ട് മ്യൂസിക് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 2.25 മണിക്കൂർ ജീവിതത്തിൽ വേണ്ട എന്ന് താല്പര്യപ്പെടുന്നവർക്ക് പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് തഗ് ലൈഫ്. ഓക്കെ ഗൈസ്, സോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, ബൈ.